എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദുവിന് റേസിന് പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നല്ലോ അവർ. അന്നേരം മോഹിനി പറയുന്നുണ്ട്, ഇനി അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ അരുണിൻ്റെ കുട്ടി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് റേസിനും മത്സരങ്ങളിലും ഒക്കെ പങ്കെടുപ്പിക്കാം, അവനെ നല്ല മിടുക്കനായിട്ട് വളർത്തണം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വല്യമ്മയും ജഗന്നാഥനോട് പരസ്പരം നോക്കും. അന്നേരം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പരസ്പരം നോക്കുന്ന ഒരു അർത്ഥം വെച്ച് നോക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വല്യമ്മ പറയുന്നുണ്ട്, സൂര്യന് താഴെ എന്ത് വിഷയത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചാലും അതിനെ വളച്ചൊടിച്ച് അരുണിലേക്ക് എത്തിക്കും മോഹിനി എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എനിക്ക് 10ഉം 11ഒന്നും ഇല്ലല്ലോ, ഒരെണ്ണമല്ലേ ഉള്ളൂ, അപ്പം എനിക്ക് അരുണാണ് വലുത്, പ്രത്യേകിച്ച് അരുണിൻ്റെ കുട്ടി, അവനായിരിക്കും ഇനി എൻ്റെ ലോകം എന്നൊക്കെ പറയുന്നുണ്ട് മോഹിനി. അതൊരു തെറ്റാണോ എന്നും ചോദിക്കും. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, അത് തെറ്റാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ മോഹിനി, ഏട്ടത്തി അതിനെപ്പറ്റി വെറുതെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ജഗന്നാഥൻ പറയുന്നുണ്ട്, ഏതായാലും തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. ഇപ്പോൾ പവിത്ര പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവളെ കാണാനും ചില ചടങ്ങുകൾക്കൊക്കെ ആയിട്ട് അവളുടെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയും. അന്നേരം വെല്ലുമ ചോദിക്കുകയാണ്, ആ പരട്ടെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പം ജഗന്നാഥൻ പറയുന്നുണ്ട്, ഇപ്പം പവിത്ര പ്രഗ്നൻ്റ് ആണ്, ആ സ്ഥിതിക്ക് നമ്മൾ അയാളെ മാറ്റി നിർത്തിയാൽ ശരിയാകിയല്ലോ, ഇതിനു മുമ്പ് നടന്നതൊക്കെ ക്ഷമിക്കണം, മറക്കണം എന്നൊക്കെ പറയുമ്പോൾ വെല്ലുമ്മ പറയുന്നുണ്ട്, എനിക്ക് ക്ഷമിക്കാനും മറക്കാനൊന്നും പറ്റത്തില്ല, അയാൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ മുറിയിലിരുന്നോളാം, പിന്നെ വന്നു കയറിയ അതിഥിയെ ഞാനായിട്ട് അപമാനിച്ചു എന്നൊന്നും വരരുതല്ലോ, അതിനു വേണ്ടിയാണ് എന്ന് പറയും. അന്നേരം ലക്ഷ്മി പറയുകയാണ്, ആകെ വിഷമിച്ച് നടക്കുവാണ് പിങ്കിയും ഗൗതം മോനും, ആ സമയത്ത് തന്നെ ഈ ചടങ്ങുകളൊക്കെ വന്നല്ലോ എന്ന് ചോദിക്കുക. അന്നേരം മോഹിനി പറയുന്നുണ്ട്, ദത്തെടുത്ത് കുഞ്ഞിൻ്റെ പുറകെ വിഷമിച്ച് നടക്കുന്നവർ നടക്കും, പക്ഷേ ഈ ചടങ്ങിൽ ഒരു കുറവും വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, എൻ്റെ കുട്ടിയുടെ വലിയപ്പച്ചനാണ് വരുന്നത്, അതുകൊണ്ട് അത് ഗംഭീരമായിട്ട് തന്നെ ആ സ്വീകരണങ്ങൾ നടത്തണമെന്ന് മോഹിനി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ്. ഗൗതത്തിന് ആകെ ടെൻഷൻ, അതുകൊണ്ട് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുക. അന്നേരം പിങ്കി അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഗൗതം ഈ കാണിക്കുന്നത്, ഗൗതത്തിന് ദേഷ്യമോ ടെൻഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സിഗരറ്റ് വലിച്ചും ഒക്കെ വെള്ളം അടിച്ചും ഒക്കെ ആ ടെൻഷൻ അങ്ങ് മാറ്റാം, ബാക്കിയുള്ളവർ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല, ഞാനായിട്ട് ശല്യം ചെയ്യാൻ വരത്തില്ല, എതിർക്കാനും വരില്ല എന്ന് പറയും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഓ എൻ്റെ കാര്യമാണെന്നോർത്തായിരിക്കും ഇത്ര വിശാല മനസ്സോടെ ഇതുപോലൊരു മറുപടി പറഞ്ഞത്, പക്ഷേ എൻ്റെ കാര്യമല്ല ഞാനിവിടെ പറഞ്ഞത്, നന്ദുമോൻ്റെ കാര്യമാണ്, അവൻ ഭക്ഷണം കഴിക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ല, നേരത്തെ ആണെങ്കിൽ അവന് അറിയില്ലായിരുന്നു നമ്മൾ അവൻ്റെ അച്ഛനും അമ്മയും അല്ല എന്നുള്ള കാര്യം, ഇപ്പോൾ അവൻ ആ കാര്യങ്ങളെല്ലാം അറിയാം, കുഞ്ഞിലെ അവനെ നമ്മുടെ കൈ കിട്ടിയതാണ്, ഒരച്ഛൻ്റെയും അമ്മയുടെയോ സ്നേഹം അവന് ലഭിച്ചിട്ടില്ലായിരുന്നു, നമ്മളാണ് അവന് ആ സ്നേഹവും എല്ലാം കരുതലും എല്ലാം കൊടുത്തത്, എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഈഗോയും ഫ്രസ്ട്രേഷനും എല്ലാം അവൻ്റെ തലയിലേക്ക് എടുത്തിട്ടാൽ ആ കുഞ്ഞ് മനസ്സ് വേദനിക്കും, അവനത് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഗൗതത്തോട് പറയുമ്പോൾ ഗൗതത്തിന് ഇത്തിരി വിഷമമൊക്കെ ആവുന്നുണ്ട്. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഞാൻ ഇതിനെപ്പറ്റി നന്ദയോട് സംസാരിച്ചു, അവന് റേസിന് പങ്കെടുക്കാൻ പറ്റാത്തതിന് നല്ല വിഷമമുണ്ട്, അതിനെപ്പറ്റി നന്ദയോട് പറഞ്ഞപ്പോൾ നന്ദ പറഞ്ഞത്, ഇനി ഒരിക്കലും അതിനെപ്പറ്റി ഒന്നും അവനോട് സംസാരിക്കേണ്ട, വേറെ എന്തെങ്കിലും സംസാരിച്ച് അവനെ കൂളാക്കാനാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം അത് ഗൗതത്തിന് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഗൗതം ചോദിക്കും, അയ്യോ അന്നേരം നീ അവളെ അങ്ങ് വിളിച്ചോ, ഇപ്പം നിൻ്റെ പേഴ്സണൽ ഉപദേഷ്ടാവ് അവളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുക. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഞാൻ വേറെ ഒന്നിൻ്റെ പേരിലുമല്ല നന്ദയെ വിളിച്ചത്, നന്ദ ആണ് നന്ദുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ, ആ ഒരു രീതി മാത്രമാണ് ഞാൻ നന്ദയെ വിളിച്ചത്, അവന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡോക്ടറാണ് നന്ദ, നന്ദ പറഞ്ഞാൽ അവന് കാര്യങ്ങൾ മനസ്സിലാകും എന്നൊക്കെ പറയും. അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഗൗതത്തിന്. അന്നേരം അതിൻ്റെ കൂടെ പിങ്കി പറയുന്നുണ്ട്, ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചപ്പം ഒരു കാര്യം കൂടെ മനസ്സിലായി, അവർ ശാന്തിപുരത്തേക്ക് തിരിച്ചു പോകുവാണ് എന്ന്, എൻ്റെ മകനെ ചികിത്സിക്കാൻ വേണ്ടിയാണ് അവരിങ്ങോട്ട് വന്നത്, അപ്പോൾ അവർ മടങ്ങി പോകുമ്പം അവരെ ഒന്ന് യാത്ര അയക്കേണ്ട മര്യാദ നമുക്കില്ലേ, അതുകൊണ്ട് ഞാൻ നന്ദയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്, കൂടെ നന്ദുമോനെയും കൊണ്ടുപോകും എന്ന് പറയും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, നീ വേണേ പൊക്കോ, പക്ഷേ നന്ദുവിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട്, ഞാൻ അവനെ കൊണ്ടുപോകും, അവൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോകും, അതാണ് ഗൗതം മര്യാദ, ഇതൊന്നും പറഞ്ഞാൽ ഗൗതത്തിന് മനസ്സിലാവില്ലേ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ നന്ദുവിൻ്റെ ഡോക്ടറായി കണ്ട് തന്നെയാണ് നന്ദയുടെ അടുത്തേക്ക് അവനെയും കൊണ്ട് പോകുന്നത്, അല്ലാതെ നിങ്ങളുടെ പഴയ എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് വരുന്നതേക്കും ഗൗതം പറയും, നിർത്തിക്കോ ഇവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് അകത്തോട്ട് പോവുകയാണ്. അതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല പിങ്കിക്ക്. പിന്നീട് കാണിക്കുന്നത് നന്ദയാണ്. നന്ദയെല്ലാം അടുക്കി വയ്ക്കും, അവിടെ ശിവപുരത്തേക്ക് പോകണമല്ലോ, അതിന് വേണ്ടി ആ കാര്യങ്ങളെല്ലാം മോളോടും പറയുന്നുണ്ട്, മോൾക്ക് വേണ്ടതെല്ലാം എടുത്തു വെച്ചോണം, അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയല്ല എന്നൊക്കെ പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കുവാണ്. അന്നേരം നന്ദ ചോദിക്കുന്നത്, നിന്നോടല്ലേടി ഞാൻ സംസാരിക്കുന്നത്, നീ എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പം, അമ്മേ എനിക്ക് ഇവിടുന്ന്
പോകുന്നത് ഇഷ്ടമല്ല എന്ന് പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട് എന്ന് കരുതി എന്ന് ഇവിടെ ജീവിക്കാൻ പറ്റുമോ, എൻ്റെ ജോലി അവിടെയല്ലേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ഇവിടുന്ന് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, എനിക്ക് നന്ദുവിനെ അങ്ങ് മിസ് ചെയ്യുമെന്ന് പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട് മോളെ അമ്മ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ള നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും, അതിനെല്ലാം മുൻകരുതലോടുകൂടി അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊക്കെ കരുതി തന്നെ നമ്മൾ മുന്നോട്ട് ജീവിക്കണം, എങ്കിലേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അന്നേരവും വിഷമമാട്ടോ മോൾക്ക്. അന്നേരം നന്ദ പറയുന്നുണ്ട് അതെ 18 വയസ്സ് വരെ നീ എൻ്റെ കൂടെ ജീവിച്ചോ, അത് കഴിഞ്ഞ് പിന്നെയും നിനക്ക് ഇവിടെ ജീവിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഒരു ജോലിയൊക്കെ മേടിച്ച് നീ ഇവിടെ വന്ന് താമസിച്ചോ, അതുവരെ ഞാൻ പറയുന്നത് അനുസരിക്കണം, ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കണം എന്ന് പറയുമ്പോൾ ഗൗരിമോള് പറയുവാണ് എങ്കിലൊരു കാര്യം ചെയ്യാം, അമ്മ ഇവിടെ നിൽക്കുക, അപ്പോൾ പ്രശ്നം തീർന്നല്ലോ എന്ന്. അന്നേരം നന്ദ പറയുന്നുണ്ട് മോളെ ഇത് ചുമ്മാ കുഞ്ഞിക്കളിയല്ല, അമ്മ പറയുന്നത് നീ മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു വിധം ഒന്ന് സമ്മതിപ്പിക്കുന്നു. അന്നത്തേക്ക് അങ്ങോട്ടേക്ക് പിങ്കിയും നന്ദുമോനോട് വരുന്നു. അധികം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഗൗരിക്ക്. അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാം അടുക്കി ഒതുക്കി വെച്ചോ കൊണ്ടുപോകാനുള്ള എന്ന് ചോദിക്കുമ്പം എല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പോകുന്ന സമയത്തേക്ക് ധൃതിയാകും, ഒന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് പറയുമ്പം പിങ്കി ചോദിക്കുന്നുണ്ട് നിർമ്മലില്ലേ ഇതിനെല്ലാം സഹായിക്കാൻ നിർമ്മലില്ലേ എന്ന് ചോദിക്കും. അന്നേരം നന്ദ തിരിച്ചു ചോദിക്കുന്നുണ്ട് പിങ്കി എന്തെങ്കിലും ഇവിടെ വരുമ്പോൾ നിർമ്മലിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇങ്ങനെ പോകുവാണ് എന്നൊക്കെ അറിയുമ്പം എല്ലാം ഒന്ന് എടുത്തു വെക്കാനൊക്കെ വരേണ്ടതല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം നന്ദ പറയുന്നുണ്ട് ഇവിടെ ഈ വീട്ടിൽ എൻ്റെയും മോളുടെയും സാധനങ്ങളല്ലാതെ ഒരു ടവ്വൽ പോലും നിർമ്മലിൻ്റെ ഇല്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേക്കും ഇങ്ങനെ പിങ്കി മനസ്സിലോർക്കുന്നുണ്ട് നിർമ്മലും നന്ദയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണമല്ലോ, അതെങ്ങനെയെങ്കിലും ഒന്ന് ചോദിച്ചറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുക. അന്നേരം പിള്ളേർ പറയുന്നുണ്ട് അമ്മ ഞങ്ങൾ പോയി കളിച്ചിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നന്ദ പറയും ഒരുപാട് നേരം കളിക്കാനൊന്നുമില്ല, ഇന്ന് കുറച്ച് കൂടുതൽ നേരം നന്ദുവിന് പ്രാക്ടീസ് കൊടുത്തിട്ട് വേണം പോകാൻ, അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ വന്നേക്കണമെന്ന് പറയും. അവരപ്പുറത്തേക്ക് പോവുകയാണ്. അന്നേരം പിങ്കിയോട് ചോദിക്കും പിങ്കി പോകുമല്ലേ എന്ന് ചോദിക്കും. അന്നേരം പോകുക, പക്ഷേ എനിക്ക് ഭയങ്കര തലവേദന, അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് ഓർത്താന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് ടാബ്ലറ്റ് എന്തെങ്കിലും വേണമെന്ന്. അന്നേരം ടാബ്ലറ്റ് ഒന്നും വേണ്ട, എനിക്ക് ഇച്ചിരി കടുപ്പത്തിൽ ഇച്ചിരി ചായ കുടിച്ചാൽ മതി എന്ന് പറയുവാണ്. അന്നേരം നന്ദ പറയും എങ്കിൽ നീ ഇവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാമെന്ന് പറയുമ്പം വേണ്ട നന്ദ ഞാനും കൂടെ അടുക്കളയിലേക്ക് വരാം എന്ന് പറഞ്ഞ് കൂടെ പോവാം കേട്ടോ. നന്ദയുടെ കൂടെ പോവാണ് പിങ്കി. ഈ സമയം കുട്ടികൾ രണ്ടുപേരോടെ കളിക്കാനായിട്ട് റെഡി ആവുമായിരുന്നല്ലോ. അന്നേരം ഞങ്ങളിന്ന് പോകൂടെ നന്ദു എന്ന് പറയുമ്പം എന്നിട്ടാണോ എൻ്റെ അച്ഛനെ അമ്മയും കണ്ടുപിടിച്ച് തരാം എൻ്റെ കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞത്, വെറുതെ പറ്റിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ലെന്നേ, എവിടെയെങ്കിലും ഒരുപാട് ആൾക്കാർ കൂടുന്ന എന്തെങ്കിലും ഉത്സവം നടക്കണ്ടേ, എങ്കിലല്ലേ നിൻ്റെ അച്ഛനും അമ്മയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പം അതിനിവിടെ അടുത്ത് ഉത്സവം ഉണ്ടെന്ന് ഞാൻ അമ്മയോട് എല്ലാം ചോദിച്ചായിരുന്നു എന്ന് നന്ദു പറയും. എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പം അതെ നീ പ്ലക്കാർഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിടാ നീ വാ എന്ന് പറഞ്ഞ് റൂമിൽ പോയി ആ പ്ലക്കാർഡ് എടുത്ത് കാണിക്കുവാണ്. എന്നിട്ട് പോയാലോ എന്ന് ചോദിക്കുവാണ് നന്ദു. അന്നേരം ഗൗരിക്കൊരു വിഷമം, എടാ നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണാതെ വിഷമിക്കില്ലേ എൻ്റെ അമ്മയും നിൻ്റെ അമ്മയൊക്കെ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു എഴുതി വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവർ അച്ഛനും അമ്മയും കണ്ടുപിടിക്കാൻ വേണ്ടി പ്ലക്കാർഡുമായിട്ട് ഉത്സവപ്പറമ്പിലേക്ക് പോകാൻ റെഡിയാകുന്നു. ഇടയ്ക്ക് ഓട്ടോയ്ക്ക് പോകേണ്ടി വന്ന് പോകാൻ വേണ്ടി പൈസയൊക്കെ എടുത്താണ് രണ്ടുപേരോട് റെഡിയാകുന്നത്. ഏതായാലും ഈ സമയം അടുക്കളയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിങ്കിയും നന്ദിയും. അന്നേരം പിങ്കി പറയുന്നുണ്ട് നിങ്ങളെ ശിവപുരത്തേക്ക് പോകുന്ന കാര്യം ഞാൻ ഗൗതത്തോട് പറഞ്ഞു എന്ന്. അന്നേരം നന്ദ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഞങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് പോയാലും അത് ഗൗതം സാർ അറിയേണ്ട കാര്യമില്ലല്ലോ, പിന്നെ എന്തിനാ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരവും പിങ്കി പറയുന്നുണ്ട് ഗൗതത്തിന് ആകെ ടെൻഷനാണ്, ഗൗതത്തിൻ്റെ മനസ്സിൽ ഒരു കറ വീണ് കിടപ്പുണ്ട് നന്ദ, അതങ്ങ് മാറുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറിയേനെ. ഗൗതത്തിൻ്റെ മനസ്സിനെ അലട്ടുന്ന ആ വിഷയം നിർമ്മലും നീയും തമ്മിലുള്ള ബന്ധമാണ്, അതെന്താണ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഗൗതത്തിന് ഇത്തിരി ആശ്വാസമായേനെ എന്ന് പറയും. അന്നേരവും നന്ദ പറയുന്നുണ്ട് അത് ഗൗതം അറിയേണ്ട കാര്യമില്ല, ഞാനും മകളും അത് എങ്ങനെ ജീവിച്ചാലും അങ്ങേർക്കറിയേണ്ട ആവശ്യമില്ല, ഇത് അതുപോലെ തന്നെ ഈ ലോകത്ത് ഒരു മനസമാധാനവും ഇല്ലാതെ അങ്ങേരെ അലഞ്ഞു നടന്നാലും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഞാൻ ആ ബന്ധമെല്ലാം അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചതായിരുന്നല്ലോ, പിന്നെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. പിന്നെയും പിങ്കിക്കൊരു ബുദ്ധിമുട്ട്, പിങ്കി പറയുവാണ് ഒരു സത്യം പറയുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമാവുമെങ്കിൽ നമുക്കതങ്ങ് പറഞ്ഞുകൂടെ നന്ദേ എന്ന് ചോദിക്കുക. അപ്പം നന്ദ പറയുവാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പലതും ഒളിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് നീയാണ് എന്ന് പറയുമ്പോഴേക്കും പിങ്കി ചോദിക്കും ഞാനോ, അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന്. അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ ഒഴിഞ്ഞു തന്ന ഒരു സ്ഥലത്താണ് നീ നിലനിൽക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം, എൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് നിനക്ക് ഇപ്പോൾ ഈ ഒരു നിലനിൽപ്പ് കിട്ടിയിരിക്കുന്നത്, ചവിട്ടി നിൽക്കാൻ മണ്ണും പിടിച്ചു നിൽക്കാൻ ചില പിടിവള്ളികളും നിനക്കുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ
ഒരു പിടിവള്ളി ചിലപ്പോൾ നിനക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഒന്നും വിളിച്ച് പറയാത്തത്. ഏതായാലും ഞാൻ ഇങ്ങോട്ട് വന്നത് നന്ദുമോൻ്റെ ഡോക്ടറായിട്ടാണ്, അവന് ചികിത്സിക്കാനായിട്ടാണ്. അതിനുശേഷം ഞാൻ തിരിച്ചു പോകുമ്പം എൻ്റെ മനസ്സിലെല്ലാം ഇവിടെ കുടഞ്ഞിട്ടിട്ടേ ഞാൻ പോവുള്ളൂ, ഒന്നുമായിട്ട് ഞാൻ തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം പിങ്കിക്ക് ആകെ ഒരു വിഷമം. അന്നേരം നന്ദ പറയുന്നുണ്ട്, നിനക്ക് തലവേദനയാണെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും നീ നിൻ്റെ തലയിലേക്ക് കയറ്റണ്ട. ഞാൻ നിന്നോട് സംസാരിക്കുന്നതിനുള്ള ഒരേ ഒരു കാരണം നന്ദുവിൻ്റെ അമ്മ എന്നുള്ളത് മാത്രമാണ്. അതല്ല എങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഗൗതമത്തിനോടോ നിന്നോടോ ഒരു കാര്യവും സംസാരിക്കേണ്ട ആവശ്യമില്ല, സംസാരിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങോട്ടും ആരോടും ഒന്നും ചോദിക്കാൻ വരുന്നില്ല. പിന്നെ ഒരു കാര്യം എനിക്കറിയാം, നിൻ്റെ മനസ്സിൽ കുറേ ടെൻഷനുകൾ ഉണ്ട് എന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ വിവാഹിതരായ പെൺകുട്ടികളുടെയും മനസ്സിലുണ്ടാവും അതുപോലൊരു വേദന. കാരണം നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന താലി വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് കയ്യേറുമോ എന്നുള്ളൊരു പേടി ഞാൻ വിവാഹം കഴിച്ച അന്നു മുതൽ അനുഭവിച്ചിരുന്ന ഒരു വേദനയാണത്. അതുകൊണ്ട് ആ വേദന എൻ്റെ ശത്രുവിനാണെങ്കിൽ പോലും തിരിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട, ഇവിടെയുള്ളതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് തന്നെയാണ് ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചേക്കുന്നത് എന്നുകൂടി നന്ദ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ആകെ ഒരു വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ പിങ്കി. ഏതായാലും കാപ്പി എടുത്തു കൊടുക്കുന്നു, നീ അത് കുടിക്ക്, നിൻ്റെ തലവേദന മാറട്ടെ എന്ന് നന്ദ പറയുന്നുണ്ട്. ഈ സമയം കുട്ടികളെ പ്ലക്കാർഡുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു കേട്ടോ. കുറച്ച് നടന്ന് കഴിയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, ഒരുപാട് ദൂരം നടക്കണം, എനിക്ക് കാലിന് വേദന എടുക്കുകയെന്ന് പറയുമ്പം നമുക്കെങ്കിലും ഒരു ഓട്ടോയ്ക്ക് പോകാം, എൻ്റെ കയ്യിൽ ഓട്ടോയ്ക്ക് പോകാനുള്ള പൈസ ഉണ്ട് എന്ന് പറയും. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെ നിന്ന് ഈ പൈസ കിട്ടിയതെന്ന്. അന്നേരം മോള് പറയും, എനിക്ക് പലപ്പോഴുമായിട്ട് നിർമ്മലങ്ങൾ പോക്കറ്റ് മണി ആയിട്ട് തന്ന പൈസ അമ്മയും തരാറുണ്ടായിരുന്നു എന്ന് പറയും. ഏതായാലും ഒരു ഓട്ടോ വരുന്നു, ഓട്ടോയ്ക്ക് കൈ കാണിച്ചിട്ട് പറയുന്നുണ്ട് അവർക്ക് ഉത്സവം നടക്കുന്ന അമ്പലത്തിലേക്ക് പോകണം എന്ന് ഓട്ടോക്കാരനോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, ഏത് അമ്പലത്തിലാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പം ഏറ്റവും അടുത്തുള്ള അമ്പലത്തിൽ പോയാൽ മതി എന്ന് പറയും. കൈ പൈസയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും. അങ്ങനെ അവർ ഓട്ടോയിൽ കയറി പോകും. ഈ സമയം നന്ദ വീടിൻ്റെ ഫ്രണ്ട് വശത്തോട്ട് വരുന്നു, കുട്ടികളെ നോക്കുന്നു, അവിടെയൊന്നും കാണുന്നില്ല. അന്തേക്കും പിങ്കി വരാൻ നേരം കുട്ടികളെ കാണുന്നില്ലല്ലോ പിങ്കി എന്ന് പറയുമ്പം അവരകത്ത് റൂമിലായിരിക്കും എന്ന് പറയും. അവരകത്ത് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെയും കാണില്ല. അന്നേരമാണ് നന്ദ അവിടെ എഴുതി വെച്ചേക്കുന്ന ആ ലെറ്റർ കാണുന്നത്. അതിൽ എഴുതി വെച്ചേക്കുവാണ്, അമ്മേ ഞങ്ങൾ നന്ദുവിൻ്റെ പേരൻസിനെ അന്വേഷിച്ച് പോകുവാണ് എന്ന്. അത് വായിച്ചു കഴിയുമ്പോഴേക്കും നന്ദയ്ക്ക് ആകെ ടെൻഷൻ. അതിന് പിങ്കി ഇത് വായിച്ചിട്ട് ഇതെന്താ നന്ദ ഈ കാണുന്നതെന്ന് ചോദിക്കും. നേരം നന്ദ പറയുന്നുണ്ട്, അവൾ നന്ദുവിന് വേണ്ടി ഒരു പ്ലക്കാർഡ് തയ്യാറാക്കിയായിരുന്നു. ആ സമയത്ത് ഞാൻ കളിയാക്കുകയും ചെയ്തു, ഈ പ്ലക്കാർഡുമായിട്ട് നീ റോഡിൽ പോയി നിൽക്കുക എന്നൊക്കെ ചോദിച്ച്. അതിപ്പോൾ കാര്യമായോ പിങ്കി എന്ന് ചോദിക്കും. അന്നേരം പിങ്കി നീ എന്താ ഈ പറയുന്നത്, രാവിലെ നന്ദു ഇവിടെ ഉത്സവം നടക്കുന്ന അമ്പലം ഏതാന്നൊക്കെ ചോദിച്ചു, എന്നോടും ചോദിച്ചായിരുന്നു, ഇനി എന്ത് ചെയ്യും നമ്മൾ എന്ന് ചോദിക്കും. അന്നേരം നന്ദ പറയും, വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് താഴേക്ക് പോരുവാണ്. ഈ സമയം കുട്ടികൾ വണ്ടിയിൽ നിന്ന് സംസാരിക്കുക കേട്ടോ. എടാ നിനക്ക് നിൻ്റെ സ്വന്തം അച്ഛനും അമ്മയും കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകുമെന്ന് ചോദിക്കുമ്പം ഇല്ല ഞാൻ അവരുടെ കൂടെ പോകില്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നും എൻ്റെ പപ്പയും അമ്മയും തന്നെയായിരിക്കും. ഞാൻ അവരെ അവരോടൊരു ചോദ്യം ചോദിക്കാനാണ്. എൻ്റെ കാല് വയ്യാത്തതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചത് എന്ന് എനിക്ക് അവരോട് ചോദിക്കണം. ഏതായാലും അവർ ഉപേക്ഷിച്ചുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ പപ്പയും അമ്മയും കിട്ടിയത്, എനിക്ക് അവരെ മതി എന്നൊക്കെ പറയുക. അന്നേരം ഇതെല്ലാം കേട്ടിട്ട് ആ ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ കൂടെ മുതിർന്ന ആരുമില്ലേ, നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും അന്വേഷിച്ച് പോവുകയാണെന്ന് ചോദിക്കുമ്പം അതേ എന്ന് പറയുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഒന്നും ഓട്ടോ അങ്കിളിനോട് പറയണ്ട, നമ്മളെ തട്ടിക്കൊണ്ട് പോയാലോ എന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ഓട്ടോക്കാരൻ വണ്ടി നിർത്തി അവിടെ റോഡരികിൽ നിന്ന് ഒരു പോലീസുകാരനോട് വിവരങ്ങളൊക്കെ പറയുന്നു. അന്നേരം അയാൾ അങ്ങനൊരു സംഭവം ഉണ്ട് എനിക്ക് നോക്കണമല്ലോ എന്ന് പറഞ്ഞ് ഓട്ടോയുടെ അടുത്തേക്ക് വരിക. അപ്പം ഈ പോലീസിനോട് ഇയാൾ സംസാരിക്കുന്നത് കണ്ട് കുട്ടികൾ നേരത്തെ വണ്ടിയിൽ നിന്ന് ചാടിപ്പോയായിരുന്നു. ഏതായാലും വണ്ടി വന്ന് നോക്കുമ്പോൾ കുട്ടികൾ വണ്ടിയെ ഇല്ലയെന്ന് അറിയുമ്പം അയാൾ പോലീസുകാരൻ കൺട്രോൾ റൂമിൽ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ്. പിങ്കി ഗൗതത്തെ വിളിക്കുന്നിട്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വീട്ടിലാണെന്ന് പറയും. അന്നേരം ഒന്ന് ഇവിടെ വരെ വരാമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം എന്തിനാ പിങ്കി എന്ന് ചോദിക്കുമ്പം പറയുവാണ് കുട്ടികളെ കാണാനില്ല എന്ന്. അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.